സെൻട്രൽ ആഫ്രിക്കൻ രാജ്യമായ സാംബിയയിലാണ് നമ്മളുള്ളത്. സാംബിയയിലെ കസോംബ എന്ന് പറഞ്ഞ വില്ലേജിൽ കേട്ടോ. 400ഓളം കുടുംബങ്ങളുള്ള ഈ ഒരു വില്ലേജിൽ 1-2 വറ്റാറായ കിണറുകൾ മാത്രമേ ഉള്ളൂ. ഈ ഗ്രാമത്തിന് ചുറ്റുപാടും കോപ്പർ മൈനുകൾ പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സൾഫർ കലർന്ന വെള്ളം കുടിക്കേണ്ടി വരുന്ന ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പം ഏകദേശം 2 ലക്ഷം രൂപ ബഡ്ജറ്റിൽ ആഫ്രിക്കയിലെ നമ്മുടെ 7ാമത്തെ കിണർ നമ്മൾ ഈ ഒരു ഗ്രാമത്തിന് വേണ്ടിയിട്ട് ബോർവെല്ല് ചെയ്യാൻ പോവാണ്. 150 അടി കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെള്ളം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇനി മുതൽ ഈ നാട്ടുകാർക്ക് ശുദ്ധമായ കുടിവെള്ളം കുടിച്ച് ജീവിക്കാം. ഇങ്ങനെ നമ്മൾ 5 മീറ്റർ കുടിക്കുന്നില്ല, അതിൽ വെള്ളം നല്ലതല്ല. എത്രത്തോളം താന്നു പോകണോ ഇപ്പൊ നമ്മളവിടെ ഇരിക്കുന്ന 50 മീറ്റർ. അപ്പൊ നമുക്ക് ഇവിടെ വെള്ളം ഒരു 5 മീറ്ററിൽ കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു കൂടുതൽ ആൾക്കാരൊക്കെ ആണെങ്കിൽ കൂടുതൽ ഡിപ്പ് വേണം. അപ്പൊ ബോർവെല് കുഴിക്കേണ്ടി വരും. ബോർവെൽ വെച്ചിട്ട് നമ്മൾ ആ വെച്ചില്ലേ അത് കാണിച്ചു കൊടുത്തിട്ട് അതും കൂടെ വെച്ച് പിന്നെ അവർക്ക് വെള്ളം എടുക്കാം. മതി 40 അല്ലെങ്കിൽ 50 മീറ്റർ. 50 മീറ്റർ ആകുമ്പോൾ നല്ല വെള്ളം നല്ല ഉണക്കത്ത്. ഇനിയിപ്പോ അങ്ങോട്ട് ഉണക്കാന്നില്ല. ഇനിയിപ്പോ നവംബറിലെ മഴ കഴിയും. So can we choose this area? ബോസ് പറഞ്ഞെന്താ വെച്ചാൽ പിന്നെ ഇതൊരു 4 കൂടി സ്ഥലമാണ്. ഇവിടെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ട് ഇവിടുന്ന് വെള്ളം എടുക്കാം. ഒരു 10-30 വീടുണ്ട് ഇവിടെ വെള്ളമില്ലാത്ത. അവർക്ക് വേണ്ടിയിട്ട് ബോർവെല് കുഴിച്ചു കൊടുത്താൽ സാധാ ഇവിടെയൊക്കെ കിണറുണ്ട് കേട്ടോ. ചെറിയൊരു കുഞ്ഞാപ്പി കിണറുണ്ട് അവിടെ 5 മീറ്ററിൽ. ആ വെള്ളം ഇപ്പോൾ ഈ ഒരു നവംബർ ആകുമ്പോൾ വറ്റി പോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വറ്റാത്തൊരു കുഴൽ കിണർ ഇവിടെ കുഴിച്ചിട്ട് ഇവർക്ക് ഈ ഹാൻഡ് പമ്പിങ് സാധനം ഇവിടെ ഇല്ല. കുഴൽ കിണർ ഇവിടെ ഇല്ല. ഇവിടെ നമുക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഫസ്റ്റത്തെ കുഴൽ കിണർ നമ്മളോട് കൊടുക്കാം. എൻ്റെ വലിയൊരു സ്വപ്നമാണ് ആഫ്രിക്കയിൽ കുഴൽ കിണർ ചെയ്ത് കൊടുക്കണം. കാരണം കുഴൽ കിണറിന് 1 ലക്ഷം റുപ്യ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പൈസ. അപ്പോൾ അത്രയും ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നോർമൽ കിണറുകൾ കുഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ ആദ്യത്തെ കുഴൽ കിണർ നമ്മൾ ഈ ഒരു വില്ലേജിലാണ്. Where is your farm? I want to see. വമ്പൻ ലോക്കൊക്കെ ആണല്ലോ, ഒരു മനുഷ്യന് കയറാനില്ല. ഇതാ ഉള്ളി പറിച്ചുടിയായി. മതി ഇതാണില്ല സംഭവം. ഫ്രഷ് ഉള്ളി കൊണ്ടുപോ. എന്താ പോലെ കാമലിതെന്താ എരുന്തിന്റെ ചിപ്പിളിയോ? ഇവിടെ എന്നാ നോക്കട്ടെ. ക്യാബേജോ? ക്യാബേജ് ഇങ്ങനെ വിരിഞ്ഞ് നിക്കണല്ലോ. ഇല്ല, നമ്മളെ നാട്ടിൽ ഇങ്ങനെ കിടക്ക ചെയ്യാ. പോടാ അവിടുന്ന്. എന്നാ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് ആവും. മാന്തിയൊക്കെ അതിൻ്റെ അടിയിൽ ഒന്നും ഉണ്ടാവില്ല. ചാക്കൊണ്ട് ഉണ്ടാക്കിയല്ലേ ഇതോ? റെസ്റ്റ് എടുക്കാണ്. സാംബിയൻ്റെ നോർത്ത് സൈഡ് എന്ന് അറിയപ്പെടുന്നത് കോപ്പർ ബെൽറ്റ് എന്നാണ്. കോപ്പർ ബെൽറ്റ് പറഞ്ഞാൽ ഇൻഡോള, കിറ്റ്വേ, ഷിങ്കോള എന്നൊക്കെ പറഞ്ഞ സ്ഥലം മൊത്തമായിട്ട് കോപ്പർ മൈനിങ് ഏരിയകളാണ്. അപ്പോൾ അവിടെ നമ്മൾ പിന്നെ എന്തെങ്കിലും ഡിഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുഴിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഗവൺമെൻറ്റിൽ നിന്ന് ആൾ വന്നിട്ട് ചെക്ക് ചെയ്യണം. കാരണം അങ്ങനെയാണല്ലോ ഗോൾഡിൻ്റെ കോപ്പറിൻ്റെയൊക്കെ മൈനിങ് ഉണ്ടെങ്കിൽ അവിടെ ആദ്യം വന്നിട്ട് അവർ നോക്കും. അല്ലാതെ നമ്മളിവിടെ സ്വർണ്ണം കുഴിക്കുകയാണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അവർ വന്ന് ഈ സ്ഥലം ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് തന്നാൽ മാത്രമേ നമുക്കിവിടെ കുഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ആഫ്രിക്കയിലെ ഈ സാംബിയയിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളും അങ്ങനെയാണ്. പക്ഷേ കോപ്പർ ബെൽറ്റ് എന്നറിയപ്പെടുന്ന ഈ ഒരു മേഖല നോർത്ത് ഭാഗം മൊത്തം, അതായത് ഈ രാജ്യത്തിൻ്റെ ഇൻകത്തിൻ്റെ 90% വരുന്നത് ഇവിടെ നിന്നാണ്. ബാക്കി കുറച്ച് മാത്രമേ ടൂറിസ്റ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പം ഈ പ്രോസസ്സിങ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുഴിക്കാൻ പറ്റുമല്ലുള്ളത് പറയാൻ പറ്റും. ഇപ്പോഴല്ല, അത് 14 മണിക്കൂർ കഴിഞ്ഞാൽ റിസൾട്ട് തരുള്ളൂ. ഇവിടെ നോക്കാം. ഇതാ കുറച്ച് നിരന്തരം. ഇവിടെ ആണെങ്കിൽ ആൾക്കാർക്ക് വന്ന് വരിയൊക്കെ നിന്ന് ക്യൂക്കെ നിന്ന് വെള്ളമെടുക്കാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ സ്ഥലമുള്ളതുകൊണ്ട് വീടൊക്കെ നോക്ക്. അതിനും ലോക്കൊക്കെ ഉണ്ട് കേട്ടോ, മണ്ണുകൊണ്ട്. എന്താ അവർ ഇങ്ങനെ ടാപ്പ് എടുത്ത് നോക്കണേ? ഓ, ഇവർ വെള്ളത്തിൻ്റെ പാസേജ് അറിയാനാ ഇങ്ങനെ ഒരു ലൈൻ മൊത്തം നോക്കില്ലേ? ഒരു സ്ഥലത്ത് മാത്രമല്ല, ഈ ഏരിയയിൽ എവിടെയെങ്കിലും ഉണ്ടോയെന്നാണ് അവർ നോക്കണത്. ഓക്കെ, എന്തൊക്കെ സാമഗ്രി, ഇങ്ങനത്തെ ഒരു സാധനം നമുക്ക് വേണം. ഇവിടെ നാട്ടിൽ ഇങ്ങനെ നടക്കണ തെറ്റി.
എവിടെയൊക്കെ കോപ്പർ ഉള്ളത് നിധി തിരയാലോ. ഈ കുറ്റി തന്നെ ഒരു കോപ്പറാണല്ലോ അല്ലേ? അതേപോലെ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് ഉള്ള മെഷീനറാണ്. ഇതിങ്ങനെ കഴുത്തിൽ കൂടെ ചുറ്റിയാണ്ടൊക്കെ വരണം, എന്നാലേ മനസ്സിലാവുള്ളൂ തോന്നുന്നുണ്ട്. ആ വെള്ളം ഉണ്ടോയെന്ന് ഡിറ്റക്ട് ചെയ്യും ഇവർ. കോപ്പറുമല്ല, നമ്മളെ നാട്ടിൽ ഇവർ വരെ ഹൈടെക്കായി മക്കളെ. നമ്മളിപ്പോഴും ഒരു കുടം പിടിച്ച് ഇങ്ങനെ നടക്കും. നിങ്ങൾ കുടം വീണാൽ വെള്ളമുണ്ട്. ഹലോ ഹലോ. എന്താ ഇപ്പം തിന്നേ? മുത്താറിയോ? കൂസ. എന്താ ഇപ്പം തിന്നിക്കണേ? 1500 കോച്ചായിട്ട് വിലക്ക് കൊടുക്കേണ്ടി നോട്ടക്കാർക്ക്, അതായത് 4500 റുപ്യ. ഇവിടുത്തെ വലിയ പച്ചക്കറി കട കേട്ടോ. ഹൗ മച്ച് ഫോർ 1 കിലോ? 3 കോച്ച, 2 കോച്ച എടുത്താൽ ഒരു നേരം 1 കോച്ച 1. ബിഗ് ബിസിനസ്. ദിസ് ഈസ് ദ ഓണർ. This is the owner of the shop. No, you. അതിന് പണി തുടങ്ങിയോ? നമുക്ക് 2 ഏരിയ കിട്ടി കേട്ടോ. ഈ കമ്പി അടിച്ചതാ ഈ സ്ഥലവും, പിന്നെ ആ സ്ഥലം. ഇവിടെ എവിടെയാണ് നിങ്ങൾ കുഴിച്ചോളി എന്ന് പറഞ്ഞത്. അപ്പോൾ ഏതെങ്കിലും സ്ഥലം നമ്മൾ ഇത് എടുക്കല്ലേ, അതല്ല കുറച്ചും കൂടി ഇങ്ങോട്ടുള്ളത് സെൻറ്റർ എടുക്കാം. അപ്പോൾ ഈ സ്ഥലം നമ്മൾ ഫിക്സ് ചെയ്തിട്ടോ. അപ്പോൾ ഇനി നാളെ നമ്മളെ കിണർ കുഴിക്കാനുള്ള വണ്ടി വരും. സ്കൂൾ ഈസ് ഓവർ, ഫിനിഷ്. ബീറും കുപ്പിയും പിടിച്ചാണ് നടക്കണേ. കയ്യിലെന്തോക്ക്. ഗുഡ് മോർണിംഗ് എവരിബാഡി ആൻഡ് ഗുഡ് മോർണിംഗ് ചിങ്കോള. നമ്മളങ്ങനെ 3ാമത്തെ ദിവസം നമ്മളെ കുഴൽക്കിണറിൻ്റെ പണി രാവിലെ 6:30 ആരംഭിക്കുന്നു പറഞ്ഞിട്ടോ. പക്ഷെ ഇപ്പം സമയം 7:45. ഇപ്പം എങ്ങനെയായാലും തട്ടിമുട്ടി അങ്ങനെ ഉള്ളും. അപ്പോൾ നമ്മൾ എണ്ണ കടിച്ച് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമുക്ക് കുഴലടിക്കാനുള്ള വണ്ടി നമ്മളെ ബാക്കിൽ തന്നെ ഉണ്ട്. ആരാ നോക്ക് മോനെ, അശോക് ലൈലാൻഡൻ. അപ്പം നമ്മൾ അവരെയും ആനയിച്ചുകൊണ്ട് ഈ മഹത്തായ വാഹന റാലി അല്പനിമിഷത്തിനകം നമ്മുടെ ഗ്രാമത്തിൽ എത്തിച്ചേരുന്നതാണ്. എന്താ നമ്മളെ ഗ്രാമത്തിൻ്റെ പേര്? ന്യൂ കസംബെ. നമ്മളെ റിപ്പോർട്ട് വന്നിട്ടൊന്നല്ലേ, പെർമിഷൻ കിട്ടി നമുക്ക്. ഇതെന്താ അത്? എന്താ ഇതിൻ്റെ അടിയിൽ? ഇതേതൊരു ഗെയിമല്ലേ? ഓ, സൈറ്റ് മാപ്പ് അടക്കണ്ടല്ലോ. ഇവിടെയാണ് അവർ കുഴിക്കുന്നതെന്നൊക്കെ ഇതിൻ്റെ പോലെ. ന്യൂ കസംബെ. മൊത്തം പൊടിപടലങ്ങളാണല്ലോ. ജനം തോടും इंडिया में उड़ना वंडी आटद इधर अशोक लैंड का प्रोडक्शन नहीं है इधर, लेकिन ये मॉडल नहीं है. അശോക് ലൈലാൻഡ് ഉണ്ട്. പിന്നെ ഈ മോഡൽ, ഇത് പഴയ മോഡൽ വണ്ടിയാണ്. ഇത് ന്യൂ മോഡൽ. എന്ത് പറഞ്ഞാലും കോയിലടിക്കാൻ നമ്മളെ വണ്ടി തന്നെ വേണം. ഇതാണ് നമ്മളെ പോയിന്റ് എ, ഇവിടെ പോയിന്റ് ബി. അവർക്ക് എന്തായാലും വണ്ടി ലെവൽ ചെയ്തിട്ട് നിർത്താനില്ല, അതുകൊണ്ട് ഇങ്ങോട്ട് കയറ്റി നിർത്തി കേട്ടോ. നമുക്ക് ഇവിടെ തന്നെ നിർത്തിയിട്ട് സെറ്റാക്കിയായിരുന്നു. ഇവിടെ ശരിക്കും ഒരു 20-30 മീറ്റർ കുഴിച്ചാൽ വെള്ളം കിട്ടും. മേലെ വെള്ളമുണ്ട് മേൽഭാഗത്ത്, പക്ഷെ ആ വെള്ളം അത്ര നല്ലതല്ല. പക്ഷെ നല്ലതല്ലെങ്കിലും അതാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകൾ കുടിക്കുന്നത്. മിനിമം ഒരു 40 മീറ്ററെങ്കിലും താഴേക്ക് കുഴിക്കണം. അതായത് 100-120 അടി താഴേക്ക് കുഴിച്ചാലേ നല്ല കുടിവെള്ളം കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇവർ 50 മീറ്ററാണ് ഇവർ കുഴിക്കുക. അങ്ങനെയാണ് ഇവരായിട്ടുള്ള അഗ്രിമെൻറ്റ്. ഇനി 50 അല്ലെങ്കിലും 30 ആണെങ്കിലും 40 ആണെങ്കിലൊക്കെ ഒരേ പേയ്മെൻറ്റ് തന്നെയാണ് ഇതിന്. അപ്പോൾ 50 മീറ്ററാണ് കുഴിക്കണത്.
തുടങ്ങല്ലേ ആരംഭിക്കലമ്മ. Then finish, I can put PVC, then I can put... So now you are getting the rocks. yes, we're getting 50... After 1 or 2 meter again soil will be collapsed. What you can do? Maybe again we have to remove again. We don't know that one. Now up to now 15 meter is only collapse. Yeah. So again sometimes 1 meter, 2 meter again will come. Again I want to remove the 15 meters. Again I want to drill. That is we'll see. But mostly not possible. The only very rare case that one. If it's too much water, at least we reach 25-30 meters. We put PVC. Like that we do that one. 15 meter. Casing 50 meter അടിക്കാം. 50 meter അടിക്കാം. എന്നാണ് പറയണേ. 50 meter അടിക്കാനാണ് പറഞ്ഞത്. What about 10? No, but stone, we find stone 15 meters. Okay. 15 meter അവന് soil collapse ആയി കിടക്കാണ്. എല്ലാ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ ഇനി ചെയ്തോട്ടല്ലേ. Okay. I need to buy. already gave 10 to him. You can take that one. Why you can't reduce the price? That is, you see now I'm getting from somewhere to buy. That is expensive, but still casing. Okay, you do. I already gave 10 advance to that person. You can take that one. Balance in India money into the balance transfer. You transfer that one. I do. I already given a number. Yes. എന്താ പ്രശ്നം വെച്ചാൽ 15 മീറ്റർ അടിച്ചിട്ട് ഈ മണ്ണൊക്കെ ആകെ ഇളകി കിടക്കുകയാണ്. അപ്പോൾ അവിടെ സ്റ്റീൽ കേസ് ഇടണം. അപ്പോൾ അതിന് ഒരു 1100 കോച്ചാണ് ഒരു മീറ്ററിന്. അങ്ങനെ 15 മീറ്റർ ഇടണമെന്ന് പറഞ്ഞു. അങ്ങനെ 18,000 കോച്ച് വരും. 18,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 60,000 രൂപ കൂടി നമുക്ക് അഡീഷണൽ വരും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ. എന്നാണ് ഇപ്പോൾ ബോസ് പറയുന്നത്. ഇതിപ്പോൾ അല്ലാതെ വേറെ നിവർത്തിയില്ല, കയ്യിൽ നിന്ന് പോയി. ഇതാണ് നമുക്ക് നിലവിൽ കിട്ടിയൊരു കൊട്ടേഷൻ കേട്ടോ. അതായത് 20,000 ആയിരുന്നു സംസാരിച്ച്, നമ്മൾ സംസാരിച്ച് 18,000 ആക്കി. 18,000 കോച്ച. പിന്നെ ഈ പമ്പുണ്ടല്ലോ നമ്മൾ വെള്ളം എടുക്കണ ഹാൻഡ് പമ്പ്, ആ പമ്പിന് 13. അങ്ങനെ 31,000 കോച്ചാന്ന് പറഞ്ഞാൽ ഏകദേശം 1,00,000 രൂപ ആയിരുന്നു നമ്മുടെ ആദ്യം കിട്ടിയ കൊട്ടേഷൻ. അതിൻ്റെ അഡീഷണലാണ് ഇപ്പോൾ ഈ സാധനം വന്നിട്ടുള്ളത്. 1,200 വെച്ചിട്ട് ചാർജ് ചെയ്യും അഥവാ സ്റ്റീൽ കേസിങ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഏകദേശം ഒരു 1,60,000 1,60,000 1,25,000 ലക്ഷം രൂപ കൊണ്ട് തൊട്ട് പണി കഴിയുന്നു പ്രതീക്ഷിക്കും. ഇനി വേറെ ഒന്നും അടുത്ത് വന്നിട്ടില്ലെങ്കിൽ, വേറെ പ്രശ്നങ്ങളൊന്നും.
പൈപ്പിൻ്റെ മേലെ അടുത്ത പൈപ്പ് കയറ്റിയിട്ട് അതിലേക്ക് കുറച്ച് ഇറക്കി വെച്ചിട്ട് പിന്നെ അത് അടിച്ച് അതിൽ ലോക്കാക്കി പിന്നെ അത് വെൽഡ് ചെയ്യാം കേട്ടോ. പണിക്ക് വൃത്തിക്ക് തന്നെയാണ്. സൂചിയുടെ മോനെ വെള്ളം നമ്മൾ ഏകദേശം 50 മീറ്റർ ആയിട്ടോ, 48 മീറ്റർ ആവാനായി. 1-2 പൈപ്പും കൂടി ഇട്ട് കഴിഞ്ഞാൽ 50 മീറ്റർ ആവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ഹാൻഡ് പമ്പ് വെക്കാനുള്ള പണി തുടങ്ങണം. പൈപ്പിനൊക്കെ ഹോൾഡ് കേട്ടോ, വെള്ളം സൈഡിൽ നിന്നൊക്കെ അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി. PVC ഇറക്കി കൊണ്ടിരിക്കുകയാണ്. PVC ഇറക്കി നമ്മൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ പമ്പ് കയറ്റും. ഗമ്മൊക്കെ ഇട്ടിട്ടോ, പണിയൊക്കെ നല്ല വൃത്തിക്ക് തന്നെ ചെയ്യണേ. പൈപ്പിന് ഓട്ട വെള്ളം ഇറങ്ങാൻ വേണ്ടി ഇടണേ. പണി കഴിഞ്ഞ് ട്രക്ക് പോകണ്ടോ, നമുക്കിനി പമ്പ് വെക്കാനുള്ള പണിയുള്ളത് അടുത്ത്. അത് അവരെന്നെ വെക്കും. അതൊക്കെ അടക്കാണ് നമ്മുടെ എഗ്രിമെൻറ്റ്. Get small water, Kabe. Huh? ടോട്ടൽ നമ്മളിവിടെ വിസിറ്റ് ചെയ്തതും മുമ്പൽക്ക് കിണർ കുഴിച്ചെടുക്കാനുണ്ടായ ഒരു പർപ്പസും ഒക്കെയാണ് ഇവിടുത്തെ ഗ്രാമത്തിൻ്റെ അധികാരിക്ക് എഴുതി കൊടുത്തു കേട്ടോ. ഓക്കെ, താങ്ക് യു വെരി മച്ച്. നമ്മൾ ലാസ്റ്റത്തെ പൈപ്പാട്ടോ, ഇതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഈ ഹാൻഡ് പമ്പുകളൊക്കെ വരുന്നത് ഇന്ത്യ എന്നാട്ടോ, ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണിത് കൊടുക്കുന്നത്. അതിൽ തന്നെ ഉണ്ട് ബാഡ്ജ്. പിന്നെ നമ്മൾ ISI മുദ്രയുള്ള എന്തോ മീനാക്ഷി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒക്കെയാണത്. മെയിനായിട്ട് ആഫ്രിക്കൻ്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലൊക്കെ തെലുങ്കാനക്കാരാണ് ചീർക്കണിക്ക, അവരാണ് ഈ ബോർവെല്ലിൻ്റെ പണിയൊക്കെ എടുക്കുന്നത്. മെയിൻലി ഇൻ ആഫ്രിക്ക തെലുങ്കാനൻസ് ആർ മേക്കിംഗ് ദ ബോർവെൽ. ഇതൊരു തെലുങ്കാനൻ ഉണ്ടോ? ഇതാണ് മലയാളി. ഈ പമ്പ് ചെയ്തിട്ട് ഈ പൈപ്പ് കൂടെ വെള്ളം കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പരിപാടിക്ക് നീങ്ങാം. ആൻഡ് ആൾസോ തെലുങ്കാന കോക്കനട്ട് ആന്ധ്ര. കേരളത്തിൽ തോന്നെ തേങ്ങയില്ലാന്ന് ചോദിക്കണേ. കേരള മീൻസ് കോക്കനട്ട്. കേരളം മീൻസ് വെള്ളം, തേങ്ങൻ്റെ വെള്ളം അല്ലേ, തേങ്ങാ വെള്ളം. ഇതിൻ്റെ മെക്കാനിസമൊക്കെ ഒന്ന് പഠിക്കട്ടെ. ഇതാണ് നാട്ടിൽ പോയിട്ട് ഇതിൻ്റെ ഒരു കമ്പനി തുടങ്ങാൻ. അതേത് ഭാഗത്തേക്കാ എവിടെ എത്തുമ്പോഴാണ് ടൈറ്റ് ആവണേ അവിടേക്ക് തിരിഞ്ഞാണ് ആ പൈപ്പ് നിൽക്കുക. അങ്ങോട്ട് തിരിയുമ്പോൾ ടൈറ്റ് ആയാൽ മതി. ഇനി ആ ഭാഗത്തേക്ക് തിരിയുമ്പോഴല്ലേ രസം. അവിടെയാണ് ആവശ്യം. എന്നാൽ വെള്ളം അങ്ങോട്ട് ഒഴുകി പോയിക്കോളുമല്ലോ. കറക്റ്റ് അവിടെ എത്തിയപ്പോൾ ടൈറ്റായി.
ഈ വെള്ളം ഫുൾ അടിച്ച് കയറ്റണം. ഇങ്ങോട്ട് അതിൻ്റെ അടുത്ത വരുന്ന 2 സെക്കൻഡ് റൗണ്ട് വെള്ളം ഭയങ്കര ക്ലീൻ ആയിരിക്കും. നല്ല ഫോഴ്സിൽ വെള്ളം വരുന്നുണ്ടല്ലോ അല്ലേ? അതന്നെ, ഇത് ഇന്ന് ഉപയോഗിക്കരുത്. അങ്ങനെ നമുക്ക് നാളെ കൊട്ടത്തളം ഉണ്ടാകില്ല. അതിൻ്റെ പേമ്പ ഭാഷയിലാണ്ട് പറഞ്ഞിടിക്കി. ബാക്കിയുള്ള പൈപ്പ് തിരിച്ചു കയറ്റ എത്ര പണിക്കാർ മുള്ളുവേലേക്ക് വെച്ച് കെട്ടിയിട്ടോ. കുട്ടികളൊന്നും വന്നെങ്കിൽ ഇന്ന് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ബോസ്. മൂപ്പര് റിട്ടയർഡ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. മൂപ്പരുടെ നേതൃത്വത്തിലാണ്. മൂപ്പര നമ്മളിതിൻ്റെ പ്രസിഡൻ്റാക്കി. മൂപ്പരുടെ നേതൃത്വത്തിലാണ് ഇവിടെ പരിപാടി. അടുത്ത ദിവസം നമ്മൾ പണി നേരത്തെ തുടങ്ങി എന്ന് ആരും വിചാരിക്കും. ഇത് 12 മണി സാധനങ്ങളൊക്കെ ഒപ്പിച്ച് വന്നപ്പോൾ തന്നെ അളവ് എടുക്കുന്നുണ്ട്. ദ മെഷർമെൻറ്റ് ഓഫ് ദ 4 blocks മൈ ബ്രദർ. 4 blocks, യെസ്. അണ്ണൻ്റെ അളവുകളൊന്നും ഇതുവരെ അങ്ങനെ തെറ്റിയിട്ടില്ല. ഇവരോട് ആകെ 3 കട്ട വെച്ചാണ് പൊന്തിക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടോ. ഇതിനുള്ളിൽ കോൺക്രീറ്റ് ചെയ്യണം. പക്ഷെ വലുതാ വരിക്ക് പടുത്ത് കൊണ്ടുവരുന്നുണ്ട്. പേരൊക്കെ ഉണ്ടാക്കണ മാതിരി. റിമൂവ് ദാസ്. കണ്ണ് തെറ്റിയ അപ്പം എന്തെങ്കിലും അബദ്ധപ്പിച്ച് വെക്കും. ഓല് വീട് പണിയത് ഓർമ്മക്ക് ഇങ്ങനെ ഉണ്ടാക്കി പോവാണ്. Make this side very finish, eh? Make this side very finish, perfect. Because we have to write here. It's rough, no problem. ഇന്ത്യൻ്റെ പണി തുടങ്ങാൻ പോട്ടോ. ആദ്യം നമ്മൾ ഫുള്ള് വൈറ്റ് അടിച്ചിട്ട് പിന്നെ അതിൻ്റെ മേലെ മഞ്ഞ, ഈ സൈഡ് മാത്രം മഞ്ഞ ബാക്ക്ഗ്രൗണ്ട് അടിച്ചിട്ട് പിന്നെ അതിൽ കറുപ്പ് ലെറ്റർ എഴുതുക. അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത കുട്ടികളൊന്നും സ്കൂളിൽ പോകില്ല തോന്നുന്നുണ്ടല്ലോ. എന്നുണ്ടാവില്ലോ ഇവിടെ. എല്ലാ സ്കൂൾ പൂട്ടിയതാണോ? ഓണപ്പൂട്ടല്ലേ ഇപ്പോൾ കാര്യമായിട്ട്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ഇട്ടു. ഉച്ചയ്ക്ക് ശേഷം എഴുതും. ഇതാണ് നമ്മുടെ ചിങ്കോളിയിലെ കലാകാരൻ, ആർട്ടിസ്റ്റ് ഉണ്ണി. കേരളക്കല്ല കട്ടിയിലായിക്കോട്ടെ കേട്ടോ. കേരള എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ പഠിക്കണം മക്കൾ അല്ലേ? ഇല്ലടാ വയനാട് ഇവിടെ ഏറ്റവും വെളുള്ളവന്. ആദ്യം തന്നെ യാത്ര ടുഡേൻ്റെ ലാസ്റ്റത്തെ വൈകിട്ട് ഇതിനെ ഞാനതെല്ലാം ആലോചിക്കുന്നത്. ഞാനേ നമ്മളാ ചേലാമ്പറ നമ്മളെ പാറയിൽ കൊപ്പരത്തോട്ടിനോട് ഉത്തരവുണ്ടാക്കിയ ഒരു ചാനലത്. ആ പേരാണ് ഇവിടെ എടുക്കുന്നത്. ആഫ്രിക്കയിൽ, സാംബിയയിൽ. എന്താ പറഞ്ഞ ജി? എഴുതി വന്നപ്പോൾ സംഭവം കുറച്ച് വലുതായി പോയി. എല്ലാവരും ക്ഷമിക്കണം. ബഹുമാനപ്പെട്ട ചിങ്കോള MLA ദിൽഷാദ് യാത്രാടുഡേയുടെ ആസ്തി വികസന ഫണ്ടിൽ എടുത്ത 2 ലക്ഷം രൂപ കൊണ്ട് നിർമ്മിച്ച കിണർ. അങ്ങനെ എഴുതിയാലോ? സ്ഥലം കൂടി എഴുതി കഴിഞ്ഞാൽ എഴുത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് നാളെ ഉദ്ഘാടിക്കാൻ കേട്ട് ഫൈനലായിട്ടോ. ഇന്നാണ് നമ്മൾ ഈ ഒരു കിണർ ഈ ഒരു ഗ്രാമത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വളരെ വേണ്ടപ്പെട്ട എല്ലാ മലയാളികളെയും നമ്മൾ വിളിച്ചു വരുത്തി. അബ്ദു സാറ്, കാസിം, ഇതാണ് എല്ലാമായ കുമാർ ഭായ്. ഗ്ലാസ് ഒരാൾക്ക് വെച്ചാൽ പോരെ? ഞാനല്ലേ നായകൻ. പിന്നെ ഞാനും സജീവേട്ടനും. പിന്നെ ഈ വില്ലേജിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും വരി. കെന്നഡി നമ്മൾ പേര് എഴുതാൻ വേണ്ടിയിട്ട് ലൈന് തുടച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണോ? ഇത് ഇദ്ദേഹത്തിൻ്റെ അമ്മയാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും പ്രായമുള്ള ആൾ ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട്. അതെ, എഴുതാൻ വേണ്ടി ലൈനിട്ടിനി.
മാറിട്ടോ. പുതിയ വെള്ളം ഞാൻ കുമാരണ്ണന്റെ